എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മൾക്കൊരു ടോപ്പിക്ക് എടുക്കേണ്ടത്, ഓക്കെ, നിങ്ങളോടുള്ള ഉദ്ദേശം, നിങ്ങളുടെ തേർഡ് പേഴ്സണോടുള്ള ഉദ്ദേശം, കുറച്ച് കാർഡ്സ് വീതം എടുക്കുള്ളൂ കേട്ടോ. നിങ്ങളോട് എന്ത് ഉദ്ദേശത്തിലാണ് അവർ ചേർന്ന് നിൽക്കുന്നത്, നിങ്ങളുടെ തേർഡ് പേഴ്സണോട് എന്ത് ഉദ്ദേശത്തിലാണ് അവരിപ്പോഴും ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ എക്സാക്ട് ഫീലിങ്സ്, കാര്യങ്ങളും മറ്റെല്ലാം നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്തോളൂ. റീഡിങ്ങിലേക്ക് പോകാം നമുക്ക്. ആദ്യം നിങ്ങളോടുള്ള ഇൻറ്റൻഷൻസ് കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ഇൻറ്റൻഷൻസ്, കറണ്ട് ഇൻറ്റൻഷൻസ്, ഈ സമയത്തുള്ള ഇൻറ്റൻഷൻസ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്? ഈ സമയത്ത് അവരെന്ത് ഇൻറ്റൻഷനാണ് എൻ്റെ വ്യൂവേഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ നിമിഷം അവരുടെ ഇൻറ്റൻഷൻസ്, മനസ്സിൽ എന്തുദ്ദേശിച്ചിട്ടാണ് അവർ എൻ്റെ വ്യൂവേഴ്സുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്? എടുക്കട്ടെ. 8 of Pentacles, Knight of Cups, Queen of Pentacles, എടുക്കട്ടെ. 2 of Pentacles, Hierophant, Lovers, very good. 8 of Cups, 3 of Pentacles, Page of Wands, 6 of Cups, 9 of Swords, 6 of Wands, Knight of Cups, King of Cups, 9 of Pentacles, Death, Rebirth. കൂടുതൽ കാർഡ്സ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ആദ്യമായിട്ട് നിങ്ങളുടെ പേഴ്സണ് എപ്പോഴും തോന്നാറുണ്ട് നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് ലൈഫിൽ എന്ന് കേട്ടോ. പല സംഭവങ്ങളിൽ നിങ്ങൾ ജഗിള് ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ ജഗിള് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അല്ലെങ്കിൽ വെൽ വിഷറായിട്ടാണ്, നിങ്ങളുടെ ഏറ്റവും വലിയൊരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു വെൽ വിഷറായിട്ടാണ് അവരെ കാണുന്നത്. കാരണം നിങ്ങളോട് സ്നേഹമാണ്. ഓക്കെ, അതുകൊണ്ട് അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻസിൽ നിന്നും പുറത്ത് കിടക്കാനും ഒരു ശരിയായ വഴി കാണിച്ചു തരാനും എല്ലാം അവർ കൂടെ വേണം എന്നവർ ചിന്തിക്കേണ്ടത്. നിങ്ങളെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിന്നും പുറത്ത് കിടക്കാൻ സഹായിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് എന്ന് അവർ കരുതുന്നു കേട്ടോ. ദേ ഫീൽ റെസ്പോൺസിബിൾ നിങ്ങൾക്കായിട്ട്. അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ ആ ഇംബാലൻസ് മാറ്റിയിട്ട് നിങ്ങളെ ഒരു ബാലൻസിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങളെ പുറത്ത് കൊണ്ടുവരേണ്ടത് ഒരു വെൽവിഷർ എന്ന നിലയ്ക്ക്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരുടെ ചുമതലയാണ് എന്ന് അവർ കരുതുന്നു കേട്ടോ. അതുകൊണ്ട് എന്നും നിങ്ങളുടെ കൂടെ വേണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഹൈറോഫൻ്റ് വെച്ച് തീർച്ചയായും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരാനും ഒരു കുടുംബം തരാനും തന്നെയാണ് അവരുടെ ഉദ്ദേശം. നിങ്ങളെ വിവാഹം ചെയ്യാൻ തന്നെയാണ് അവരാഗ്രഹിക്കുന്നത് കേട്ടോ. അവരെന്നും നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അവർ നല്ല ഉപദേശങ്ങൾ തന്ന് ഒരു ഫേം സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ സ്റ്റെബിലിറ്റിയാണ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നത്, വിവാഹമാണ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണെന്ന് അവർക്ക് തോന്നാറുണ്ട്. നിങ്ങളെ എന്നും സ്നേഹിക്കണം, അവരുടെ കൂടെ കൂട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ദൂരെ ദിക്കിലൊക്കെ ആണെങ്കിൽ അവിടേക്ക് വിവാഹം ചെയ്ത് നിങ്ങളെ കൊണ്ടുപോകണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയുള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്നെല്ലാം നിങ്ങളെ
അകറ്റി ദൂരേക്ക് കൊണ്ടുപോവുക, അവരുടെ ഒപ്പം കൊണ്ടുപോവുക എന്നൊരു ചിന്തയും അവർക്ക് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ചിലരെങ്കിലും നിങ്ങളുമൊത്തൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് പോലെയൊക്കെ അങ്ങനെ ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതായത് അവരുടെ ജോലിയിൽ നിങ്ങളെയും കൂടി ഇൻവോൾവ് ചെയ്യണം എന്ന്. സ്വന്തം ബിസിനസ്സൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം. അതിലേക്ക് നിങ്ങളെയും കൂടി ഇൻവോൾവ് ചെയ്യണം എന്നത്. നിങ്ങൾ ചുമ്മാ ഇരിക്കാൻ പാടില്ല. ചുമ്മാ ഇരിക്കുമ്പോഴാണ് ഓവർ തിങ്കിങ് വരുന്നത്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങളെയും കൂടി അവരുടെ കൂടെ ഒരു പാർട്ട്ണർ എന്ന നിലയ്ക്കോ ആ ജോലിയിലേക്ക്, ആ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ചിലർക്കെങ്കിലും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ ചിന്തിക്കുന്നത്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ഗുണമുണ്ടാക്കി തരണം, നിങ്ങളെ ഈ ഓവർ തിങ്കിങ്ങിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, പ്രൊട്ടക്റ്റീവ് ഫീലിംഗ് ആണ് എനിക്കിന്ന് കൂടുതലായും കിട്ടുന്നത് കേട്ടോ. നിങ്ങളുമായിട്ട് എന്നും കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നും കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരിക്കണം, കാണാൻ സാധിക്കുമ്പോഴെല്ലാം നിങ്ങളെ കാണണം, എന്നും സംസാരിക്കണം, നിങ്ങളുടെ ശബ്ദം കേൾക്കണം, അതൊക്കെ തന്നെയാണ് അവരുടെ ഉദ്ദേശം. അതും ഈ റിലേഷൻഷിപ്പ് ഒരുപാട് കാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, ഒന്നിച്ച് മെമ്മറീസ് ബിൽഡ് ചെയ്യണം എന്നെല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നിങ്ങളുടേത് സാമാന്യം കുറച്ച് കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്. പെട്ടെന്ന് എന്താ പറയുക, വിട്ടുപോകത്തൊക്കെ ഉള്ളൊരു ബന്ധമല്ല അത്. നിങ്ങളുടെ ഇടയിൽ ഓൾറെഡി മെമ്മറീസ് ഉണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്ന ഇനിയും ഫർദർ കുറേ കാലം ഇങ്ങനെ തന്നെ പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. 9 ഓഫ് സ്വാർട്സ് വെച്ച് വീണ്ടും സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് രണ്ടുപേരും തന്നെ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. അവിടെ നിങ്ങൾ പരസ്പരം ഒരു താങ്ങും തണലും ആണ്. അവർ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നിങ്ങളാണ് ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതെങ്കിൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ പരസ്പരം താങ്ങും തണലും ആയിട്ടാണ് നിങ്ങൾ ഇത്രയും കാലം കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സപ്പോർട്ട് ഇനിയും മുന്നോട്ട് വേണമെന്ന് തന്നെയാണ് അവരുടെ ചിന്ത. ഓക്കെ, ഇൻറ്റൻഷൻസ് ശുദ്ധമായതാണ് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട്. ഓക്കെ, സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് കാണുന്നു. നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിലെല്ലാം ഇവർക്ക് വളരെ വിശ്വാസമാണ് എന്നും കാണുന്നു കേട്ടോ. അവർ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അവരെ പറ്റി നല്ലതോ ചീത്തയായിട്ടുള്ളതോ കാര്യങ്ങൾ തോന്നിയാൽ അത് നടക്കും എന്നൊരു വിശ്വാസം നിങ്ങളുടെ പേഴ്സൺ കീപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇതുവരെയും നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്തിട്ടില്ലാത്ത വ്യക്തികളാണെങ്കിൽ, ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ വിചാരിച്ചിരിക്കുന്ന വ്യക്തി ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്ക് നിങ്ങളോട് സ്നേഹമാണ്, പക്ഷേ അവർ വാക്കാൽ പറഞ്ഞു കാണില്ല. ഓക്കെ, നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. അങ്ങനെ ഇതുവരെയും നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല, വാക്കാൽ എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരു പ്രപ്പോസലിനുള്ള ചാൻസസ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അവർ നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവരുടെ സ്നേഹം തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എന്നും കാണുന്നു. ഓക്കെ, അതേപോലെ നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷൻസിൽ പെട്ട് ഒരു സെൽഫ് കണ്ടംപ്റ്റ് എന്നുള്ള സ്വയം എന്താ പറയുക, ഒരു സ്വന്തം വില നഷ്ടപ്പെടുത്തിയിട്ടിരിക്കുകയാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ആരുമല്ല, ഒന്നുമല്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ, അവർ നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് സെൽഫ് റെസ്പെക്റ്റിൻ്റെ വാല്യൂ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അവരാഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങളെ ഫോഴ്സ് ചെയ്ത് അവർ ജോലി ചെയ്യിക്കും, എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ നിർബന്ധിക്കും, സ്വന്തം കാലിൽ നിൽക്കാൻ അവർ പറഞ്ഞു തരും നിങ്ങൾക്ക്. ഓക്കെ, സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതൊക്കെയാണ് അവരുടെ ആഗ്രഹം. അവർക്ക് നിങ്ങൾ എന്നെ വിഷമിച്ചിരിക്കുന്നത്, സ്വയം പുച്ഛിച്ചിരിക്കുന്നതെന്ന് അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവർ പറയുന്ന എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. ഏത് സിറ്റുവേഷനും ഒരു അവസാനമുണ്ട്. ഇങ്ങനെ സ്ട്രെസ്സായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിൽ നിന്നും പുറത്ത് കിടക്കാൻ നിങ്ങളായിട്ട് എഫേർട്ട് ഇടണം എന്നാണ് അവർ പറയുന്നത്. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടാക്കണം എന്നാണ് അവർ നിങ്ങളെ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഈ പാർട്ട്ണറെ വളരെയധികം വിശ്വസിക്കാം നിങ്ങൾക്ക്, കാരണം നിങ്ങളുടെ നല്ലതാണ് അവരുടെ മനസ്സിൽ കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോവില്ല. നിങ്ങളെ സെൽഫ് റെസ്പെക്റ്റിൻ്റെ വാല്യൂ പഠിപ്പിക്കുന്ന ഒരാൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. എന്ത് സിറ്റുവേഷൻ ആയാലും അതിനൊരു അവസാനം കുറിച്ച് ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കണം എന്ന്
അവർ നിങ്ങളുടെ അടുത്ത് പറയും കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഇമോഷണലി അല്ലെങ്കിൽ ഫൈനാൻഷ്യലി എല്ലാ രീതിയിലും നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണം, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ കേട്ടോ. വെരി സ്ട്രോങ് പില്ലർ ഓഫ് സപ്പോർട്ടാണ്. തീർച്ചയായും ഒരു വിവാഹം ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് അവരുടെ മനസ്സിൽ കേട്ടോ. അവരുടെ ഫൈനൽ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരിക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ന്യായമായിട്ട് അവരെന്താണോ പ്രവർത്തിക്കേണ്ടത് അത് ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇംബാലൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ശരിയാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അവരുടെ ആഗ്രഹം. ഇവർ നിങ്ങളുടെ വെയർഅബൌട്ട്സ് അപ്ഡേറ്റ്സ് എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഓക്കെ അല്ലേ, എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ഇവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. സൺ വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് നിങ്ങൾക്കൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, വീണ്ടും വീണ്ടും എനിക്ക് കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ എന്നുള്ള കാർഡാണ് കിട്ടുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലോങ് ടേം കണക്ടിവിറ്റി തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ജീവിതം മുഴുവൻ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എന്ന് തന്നെയാണ് ഇവരുടെ മനസ്സിൽ എന്നാണ് കാണുന്നത്. നിങ്ങളവരുടെ കുടുംബത്തിലേക്ക് ചേർക്കണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു രീതിയിലുള്ള ഡിപ്രഷനോ വിഷമമോ സംശയമോ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടുന്ന സാഹചര്യമില്ല. നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായും നല്ല ഇൻറ്റൻഷനോടുകൂടി തന്നെയാണ് നിങ്ങളുടെ അടുത്ത് എന്താ പറയുക കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. എനിക്ക് കൂടുതലായും ഹെയറോഫൻറ്റും 4 of Wandsഉം വരുന്ന അവിടെ അവർ തീർച്ചയായും ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ സമാധാനമായിട്ടിരിക്കുക. ഇനി തേർഡ് പേഴ്സണോടുള്ള ഇൻറ്റൻഷൻസ് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിലൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടിയെ കുറിച്ചുള്ളവരുടെ ഇൻറ്റൻഷൻസ് എന്താണെന്നൊന്ന് പറഞ്ഞു തരും. തേർഡ് പാർട്ടിയോടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസ്, തേർഡ് പാർട്ടിയോടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസ് എന്താണ്, തേർഡ് പാർട്ടിയോടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻസ് എന്താണ് എന്ന് പറഞ്ഞു തരും. എന്താണ് അവർ ചിന്തിക്കുന്നത്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ചിന്തിക്കുന്നത് അവരുടെ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട്. എടുക്കട്ടെ. 10 of Pentacles, okay. Queen of Cups, Knight of Wands, Page of Cups, Ace of Wands, Chariot, 5 of Cups, Hanged Man, Knight of Swords, Emperor, 6 of Swords, 5 of Wands, 4 of Pentacles. ഓക്കെ, ഇവിടെ കൂടുതലായിട്ടും നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ സ്പൗസ്, കുടുംബം, അങ്ങനെയാണ് എനിക്ക് കാണുന്നത്. പാരൻസ് ആയിരിക്കാം. ഓക്കെ, എന്ത് തന്നെയായാലും തേർഡ് പേഴ്സൺ ഫാമിലിക്ക് അകത്തുള്ള വ്യക്തി തന്നെയാണ്. അവർ ആ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ തന്നെയാണ് അവരുടെ ഉദ്ദേശം കേട്ടോ. ആ ഫാമിലിയെ ഉപേക്ഷിച്ച് പുറത്ത് കിടക്കാനൊന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. അത് പാരൻസ് ആയാലും സ്പൗസ് ആയാലും രണ്ട് തന്നെ ആയാലും കേട്ടോ. അവിടെ ഫൈനാൻഷ്യലി തേർഡ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സണെ ഡിപ്പെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ റെസ്പോൺസിബിലിറ്റീസ് ഫുള്ളായിട്ട് തന്നെ എന്താ പറയുക നിറവേറ്റണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് വെച്ച് അവർ ഇമോഷണലി അറ്റാച്ച്ഡ് തന്നെയാണ് നിങ്ങളുടെ തേർഡ് പേഴ്സണിൻ്റെ അടുത്ത് എന്ന് കാണുന്നു. ഓക്കെ, എന്താ പറയുക കുറച്ച് കാലങ്ങളായിട്ടുള്ള റിലേഷനാണ് ഇവരുടെ ഇടയിൽ. ന്യൂലി ഫൗണ്ട് റിലേഷൻ ഒന്നും അല്ല, പുതിയതായി കല്യാണം കഴിഞ്ഞതോ അങ്ങനെയൊന്നുമല്ല, കുറച്ച് കാലമായിട്ടുള്ള ബന്ധം തന്നെയാണ്. അപ്പോൾ ഒരു ബേസിക് ഇമോഷണൽ ബോണ്ടിങ് ഇവരുടെ ഇടയിൽ ഉണ്ട്, കരുതൽ ഉണ്ട് എന്നർത്ഥം. ഓക്കെ, നൈറ്റ് ഓഫ് വോൺസ് വെച്ച് പലരും ലോങ് ഡിസ്റ്റൻസിലാണ് എന്നും കാണുന്നു. ഇവരുടെ തേർഡ് പാർട്ടിയിൽ നിന്നും അത് പാരൻസ് ആയാലും സ്പൗസ് ആയാലും ലോങ് ഡിസ്റ്റൻസിലാണ് എന്ന് കണ്ട് ഇവരുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുമുണ്ട്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിലായാലും ഇവർ മെസ്സേജസ് അയക്കാറുണ്ടായിരിക്കും, കോൾ ചെയ്ത് സംസാരിക്കാറുണ്ടായിരിക്കും. എല്ലാ വെൽബീയിങ്ങിനെ പറ്റിയിട്ട് ഇവർ വളരെ കൃത്യമായിട്ട് അന്വേഷിക്കാറുണ്ട് എന്നും
കാണുന്നു കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഈ തേർഡ് പേഴ്സണുമായിട്ട് ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിൽ അവർ വെക്കേഷനൊക്കെ വരാനുള്ളൊരു പ്ലാനിങ്ങും അവർ ചെയ്യുന്നുണ്ട് ഈ സോൺസ് വെച്ചിട്ട് കേട്ടോ. കൂടെ അവരുടെ അടുത്തേക്ക് വരുന്നതിനെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്, ഒരു വെക്കേഷനൊക്കെ പ്ലാൻ ചെയ്യുന്നത് പോലെ. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അവർ എന്ത് തന്നെ ആയാലും നിങ്ങളുടെ അടുത്ത് എന്ത് മാനസികമായ അടുപ്പം ഉണ്ടെങ്കിലും ആ തേർഡ് പേഴ്സണെ ഉപേക്ഷിച്ച് ആ റിലേഷനിൽ നിന്നും പുറത്ത് കടക്കാൻ അവർക്ക് ഉദ്ദേശമില്ല. അത് ഞാനിപ്പോൾ തറപ്പിച്ച് തന്നെ പറയുന്നു. ഓക്കെ, ചാരിയറ്റിൻ്റെ എനർജിയാണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെ അവരുടെ തേർഡ് പേഴ്സണോടുള്ള റെസ്പോൺസിബിലിറ്റീസ് അവർ കൃത്യമായിട്ട് ചെയ്തു പോകണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ. ഓക്കെ, ഒരിക്കലും അവിടെ പാടെ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണ് ഇല്ല എന്ന് തന്നെയാണ്. ഓക്കെ, എന്നാൽ ചില സമയം ഇവർക്ക് വിഷമം തോന്നാറുണ്ട്, സങ്കടം തോന്നാറുണ്ട്. നിങ്ങളോടുള്ളൊരു മിസ്സിങ് എനർജി വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവർക്ക് മനസ്താപവും തോന്നാറുണ്ട് ചില സമയത്ത് കേട്ടോ. ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ചിന്ത ഇവരെ അലട്ടാറുണ്ട്. ഉള്ളത് കാണുന്നത് പറയാതെ പറ്റില്ലല്ലോ നമുക്ക്. അതായത് നിങ്ങളുടെ പേഴ്സണ് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വയം സംശയം വരാറുണ്ട്. ഓക്കെ, പലരുടെയും കേട്ടോ. ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഫാമിലി ഉണ്ട്. ആ ഫാമിലിയോട് ചെയ്യുന്ന തെറ്റാണോ എന്നുള്ളൊരു സംശയം നിങ്ങളുടെ പേഴ്സണ് ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വരാറുണ്ട് കേട്ടോ. പക്ഷേ സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്. നിങ്ങളെയും വിടാൻ വയ്യ, അവരെയും വിടാൻ വയ്യ എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ്. അത് പാരൻസ് ആയാലും സ്പൗസ് ആയാലും കേട്ടോ, രണ്ടിനും ഇത് ബാധകമാണ്. ആ സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണ്. അവർക്ക് ആ തേർഡ് പേഴ്സണെയും വിടാൻ വയ്യ, നിങ്ങളെയും വിടാൻ വയ്യ. അവർ മിഡിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ ഇവരുടെ പേഴ്സണും തേർഡ് പേഴ്സണും ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ അങ്ങോട്ട് ഇവരുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. ഒരു വെക്കേഷൻ യാത്ര അങ്ങനെയൊക്കെ ഒരുമിച്ച് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നു കേട്ടോ. ഒരുമിച്ച്, അതായത് ഒരു റീയൂണിയൻ പോലെ നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സൊസൈറ്റി ഓറിയൻറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്, അറിയപ്പെടുന്ന വ്യക്തിയാണ്. ജോലി സംബന്ധമായിട്ടൊക്കെ പ്രബലമായ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം, ഗവൺമെൻറ് ജോബ്സിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളായിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് ഇവരുടെ സോഷ്യൽ ഇമേജിനെ പറ്റിയിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ വളരെയധികം ബോധേഡായേ മതിയാകും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവർ വളരെ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. ഇവരുടെ സ്പൗസ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ അറിയാതിരിക്കാനുള്ള സകലവിധ പ്രിക്കോഷൻസും എടുത്ത് മാത്രമേ ഇവർ മുന്നോട്ട് പോവുകയുള്ളൂ കേട്ടോ. നിങ്ങളുടെ അടുത്തും അത് ഓപ്പണായിട്ട് പറഞ്ഞു കാണും. ഓക്കെ, ഈ പറഞ്ഞ സിറ്റുവേഷനെല്ലാം തന്നെ നിങ്ങളുടെ അടുത്ത് അവർ ഓപ്പണായിട്ട് പറഞ്ഞു കാണും. ഇവർ സ്വതേ ഏത് റിലേഷനിലും ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് അവരുടെ സ്പൗസിനോടത്ത് അല്ലെങ്കിൽ അവരുടെ പാരൻസിൻ്റെ അടുത്ത് 100% കമ്മിറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അതേസമയം നിങ്ങളെ വിടാനും വയ്യ എന്നുള്ളൊരു സ്ഥിതിയാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് അത് ഇവർ ഓപ്പണായിട്ട് പറഞ്ഞ് കാണും. പറ്റിച്ചിട്ടുള്ളൊരു റിലേഷൻ അല്ല അത്. അവർ ഓപ്പണായിട്ട് പറഞ്ഞാണ്, എൻ്റെ റെസ്പോൺസിബിലിറ്റി കളഞ്ഞിട്ട് ഞാൻ ഒരിക്കലും പൂർണ്ണമായും നിങ്ങൾക്ക് കമ്മിറ്റഡ് ആവില്ല എന്ന് അവർ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കാണും കേട്ടോ. അവർ എന്താ പറയുക, ഒരു ലൂപ്പിൻ്റെ അകത്ത് പെട്ടിരിക്കുന്ന പോലെയാണ്. അവർ ആ ബൗണ്ടറീസിൽ നിന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങളായാലും അതെ, രണ്ട് സൈഡിലും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതൊരു ബൗണ്ടറി ഉണ്ട്, നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുള്ള, അവർക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും കാണുന്നു കേട്ടോ. കൂടുതലായും എനിക്ക് ട്രാവലിംഗ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഇന്ന് കണക്റ്റ് ആവുന്നത്. ഓക്കെ, 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് അവരുടെ തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് അവർ സേവിങ്സ് ഒക്കെ ചെയ്യാറുണ്ടായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാറുണ്ടായിരിക്കും. ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള കരുതൽ അവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടതിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, തേർഡ് പേഴ്സണിനെ ലൈഫിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് മാത്രമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ഇവർക്ക് പോസിബിൾ അല്ല എന്ന് കാണുന്നു. എന്നാൽ നിങ്ങളുമായിട്ടും ഇമോഷണലി കണക്റ്റഡ് ആണ്, അവിടെയും കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ രണ്ട് റിലേഷനും പാരലലായി മാത്രമേ ഇവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ സിറ്റുവേഷൻസ് പലതും ഉണ്ടാവും, അതെല്ലാം വളരെ ക്ഷമയോടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത് കേട്ടോ.
നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട് എന്നും കാണുന്നു. അതായത് ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് പൂർത്തീകരിക്കാനുള്ള എല്ലാവിധ എഫേർട്ടും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ട് എന്ന് കാണുന്നു. ചിലരുടെയെങ്കിലും തേർഡ് പേഴ്സൺ ഇച്ചിരി കൺട്രോളിങ് നേച്ചറുള്ള വ്യക്തിയാണ് എന്നും കാണുന്നു. അതായത് നിങ്ങളുടെ പേഴ്സൺ എന്ത് ചെയ്യുന്നു, ആരോട് സംസാരിക്കുന്നു, എവിടെ പോകുന്നു എന്നെല്ലാം ഇവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാറുണ്ട് എന്നും കാണുന്നു കേട്ടോ. ഇവർ പൊതുവെ ഒരുമിച്ച് പുറത്ത് പോകാറുണ്ടായിരിക്കും, ഫ്രണ്ട്സിനെ കാണാറുണ്ടായിരിക്കും, കുടുംബത്തിൽ കാര്യങ്ങൾ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ടായിരിക്കും കേട്ടോ. പുറമേ നിന്നൊരാൾ നോക്കിയാൽ ഇവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. ആ രീതിയിൽ തന്നെയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. തീർച്ചയായും ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെ കൃത്യമായിട്ട് ഫുൾഫില്ല് ചെയ്ത് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരിക്കലും ഇവർ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പൈസയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇല്ല എന്ന് പറയില്ല. ഓക്കെ, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പേഴ്സണിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്ന് തന്നെയാണ് കാണുന്നത്. എംപ്രസ്. ഈ തേർഡ് പേഴ്സൺ ഇവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛനോ അമ്മയോ ആയിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇവരുടെ തന്നെ അച്ഛനോ അമ്മയോ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അവരെ തള്ളിപ്പറയാൻ ഇവർക്ക് സാധിക്കില്ല. കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയാണെങ്കിൽ അതൊരിക്കലും തള്ളിപ്പറയാൻ പറ്റുന്ന ഒരു ബന്ധമല്ല എന്നുള്ള രീതിയിലാണ്, ആ റെസ്പെക്റ്റ് അവരർഹിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തേർഡ് പേഴ്സൻ്റെ അടുത്ത് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പേഴ്സണോടുള്ള ഇൻറ്റൻഷൻസ്. എന്ന് വെച്ചാൽ എന്താണ്, ആ റിലേഷൻ തട്ടിമുട്ടി മുന്നോട്ട് കൊണ്ടുപോകണം, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ചെയ്യുക, റെസ്പോൺസിബിലിറ്റീസ് മീറ്റ് ചെയ്യുക, പരമാവധി പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പേഴ്സണുമായിട്ടുള്ള ഇൻറ്റൻഷൻ കീപ്പ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമെന്നല്ല അതിൻ്റെ അർത്ഥം, പാരലലായിട്ട് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരിക കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.